ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവണേ, നിങ്ങളുടെ ലൈഫിൽ മാച്ച് ആവണേ മെസ്സേജസ് എടുക്കുക, മറ്റേതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനായി കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഫോർവേഡ് ചെയ്തോളാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. പാസ്റ്റിൽ എനർജി നിങ്ങളുടെ 10 ഓഫ് വാൻസ് ആണ്. current energy sun, future energy 6 of pentacles, നിങ്ങളുടെ challenge knight of swords, advice 3 of pentacles, surprise factor 7 of cups, outcome ഈ കാർഡ്. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇമോഷണലി ഹാപ്പി അല്ല ഒരു സിറ്റുവേഷനിൽ, ആ സിറ്റുവേഷന് വിട്ടു പോണ എനർജിയാണ്. ഫിസിക്കലി വിട്ടു പോണില്ല വെച്ചാൽ ഇമോഷണലി നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യണു. അപ്പോൾ എന്താണ് ഈ 8 ഓഫ് കപ്സ് ഇവിടെ കാണുന്നത്? ഞാനിവിടെ കാണുന്നത് പേജ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയോണ്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനെ വിടണു. അതല്ലാച്ചാൽ എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട് അത് വിട്ടു പോകണു. മൂന്ന് എനർജി ഉണ്ട്. കുറേ ഒരു ഇമോഷണൽ സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. കുറേ ഇമോഷൻസ് കാണാണ്ട്, കുറേ സീക്രറ്റ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരണു. ഓക്കെ, 10 ഓഫ് വാൻസ് ആണ് പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് ചില ബാഗേജ് ഉണ്ടായിരുന്നു, ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ നിങ്ങൾ വിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോണു. കുറേ നെഗറ്റീവ് എനർജീസ് കാണാണ്ട് ഇവിടെ. അപ്പം നിങ്ങളും ഏതോ വേറെ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ വഴക്കുണ്ടാവണു, കുറേ ഞാൻ പറഞ്ഞ മാതിരി നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതും ഒരു മാരേജ് ആയിരുന്നു. മാരേജ് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മാരേജ് അല്ല വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാണുന്നത് ഈ മാസം നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി വരുന്നു. നിങ്ങളുടെ മനസ്സിൽ കുറേ ക്ലാരിറ്റി ഉണ്ട്. ഒരു നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ. ലിയോ എനർജിയാണ് ഇത്, സൺ. അപ്പോൾ കുറേ ഹാപ്പിനെസ്സിൻ്റെ എനർജി ഉണ്ട്. ചില ടോക്സിക് സിറ്റുവേഷൻസിൽ നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിരുന്നു, അതൊക്കെ എക്സ്പോസ് ആവണു. ഓക്കെ, അപ്പോൾ ഏതും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ടോക്സിക് പേഴ്സൺ ഉണ്ടായിരുന്നു വെച്ചാൽ അവർ ചെയ്തത് അതൊക്കെ എക്സ്പോസ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടണു. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല നിങ്ങൾ ചെയ്യണത് ശരിയാണോ, ഈ ഡിസിഷൻ, ഈ തീരുമാനം എടുക്കണത് ശരിയാണോ, ഞാനിങ്ങനെ ഫീൽ ചെയ്യണത് അത് ശരിയാണോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നത് എക്സ്പോസ് ആവുന്നുണ്ട് ആരോ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കാണ് പോകണത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പോസിറ്റീവ് ഇവൻറ്റ് ഉണ്ടാവണു, പോസിറ്റീവ് ചേഞ്ച് വരണു. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ
ശ്രമിക്കണു. ഒരു വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണു. ഓക്കെ, ഫ്യൂച്ചറിൽ 6 of Pentacles ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു ഇംബാലൻസ് ആണ്. ഈ 6 of Pentacles എന്താണ് ഇവിടെ? അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. ഇതൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഈ പേഴ്സൺ വരണു. ഈ പേഴ്സൺ അവരൊരു ലവ് ഓഫറാണ് കൊണ്ടുവരണേ. അവർക്ക് നിങ്ങളെ കുറേ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല. നിങ്ങളുടെ എനർജിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇത് ശരിയാവോ ഇല്ലേ എന്ന്. അപ്പം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുന്നുണ്ട് അവിടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഒരു ഇമ്പൾസീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു റിയാക്ഷൻ നിങ്ങളുടെ അത് ഇമ്പൾസീവ് ആണ്. എന്തോ ഒരു ഇമ്പൾസീവ് സിറ്റുവേഷൻ, ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കണ പോലെ ഒരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ മാസം നിങ്ങളോട് കുറച്ച് ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. അതാണ് ഇവിടെ കാണുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾ തന്നെ ഷുവർ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇമ്പൾസീവായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും. 3 of Pentacles ആണ് അഡ്വൈസ് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഒന്നുമില്ല വെച്ചാൽ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, വേറെ കമ്മ്യൂണിറ്റിയുടെ, ഫാമിലിയുടെ ഹെൽപ്പ് എടുത്ത് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. അവരുടെ ഹെൽപ്പ് എടുത്താൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മജിഷ്യൻ ഞാനിവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ ആ സെൽഫ് കോൺഫിഡൻസ് വേണം. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഹെൽപ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ ആക്ച്വലി ഹെൽപ്ലെസ് അല്ല. ഞാൻ കാണുന്നത് ഇവിടെ സർപ്രൈസ് ഫാക്ടറിൽ 7 of Cups ആണ്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, മനസ്സിൽ നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇല്ലച്ച വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻ ഇല്ലച്ച ഹെൽപ്പ് എടുക്കുക. 7 of Swords ഇവിടെ കൺഫ്യൂഷൻ്റെ കാരണം നിങ്ങൾ ചില റോങ് ഡിസിഷൻസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 4 of Swords ഇവിടെ ഞാൻ കാണുന്നത് ഒരു മെൻ്റലി കുറേ ബിട്രിയൽഡ് എനർജിയും ഉണ്ട് ഇവിടെ. അതല്ലാണ്ട് സെൽഫ് സാബോട്ടാജിങ് എനർജീസും ഉണ്ട്. അപ്പോൾ ഈ മാസം കുറേ ഒരു കാര്യങ്ങൾ എക്സ്പോസ് ആവുന്ന കാര്യം ശരിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പുറത്തു വരും. ഇല്ലച്ചാൽ ഓൾറെഡി അത് പുറത്ത് വന്നിട്ടുണ്ടാവും. കുറച്ചൊരു ഷോക്കിംഗ് ഫേസ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിനൊക്കെ ഹീൽ ചെയ്യാനുള്ള സമയമാണ് ഏപ്രിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളൊരു റെസ്റ്റ് എടുക്കണോ മെൻ്റലി, ഫിസിക്കലി. ലവേഴ്സ് എനർജിയാണ് ഔട്ട്കം ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. ഡെത്ത് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതല്ലാണ്ട് ഒരു പുതിയ തുടക്കമുണ്ട്. എന്താ വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മന്ത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിയോ. മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കണ മുമ്പേ കുറച്ച് ഇൻഫർമേഷൻ എടുക്കുക. അതിൻ്റെ മുമ്പേ ഒന്നും തീരുമാനം എടുക്കരുത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ മെർക്യൂറി റെട്രോഗ്രേഡ് ഫേസിലാണ്. അത് 20th കഴിയുക. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒരു ഷാഡോ പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഒരു എൻഡ് ഓഫ് മാർച്ച് വരെ കുറച്ച് സൂക്ഷിക്കാണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണ മുമ്പേ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ കുറേ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനൈ ഉണ്ട്. ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.